ഹലോ, നമസ്കാരം. ഇതൊരു മേക്കപ്പ് കിറ്റാണ് കേട്ടോ. ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. നമുക്കിനിയിപ്പോൾ ഓണം, അതുപോലെ തന്നെ വെഡ്ഡിങ് സീസണൊക്കെ വരികയല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിക്ക് സിമ്പിളായിട്ട് കേട്ടോ, ഏറ്റവും സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിക്കാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ സൗണ്ടൊക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്ക് അത്രയും വയ്യ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ ഫ്രണ്ടിൽ വരാത്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ബേസ് മേക്കപ്പിന് ഞാൻ ദേ ഈ 3 പ്രോഡക്റ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും മേക്കപ്പ് താല്പര്യമില്ല, ഒരു സ്കിൻ കെയറിന് ഉള്ളിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലുള്ള ടിൻറ്റഡ് സൺസ്ക്രീനോ അല്ലെങ്കിൽ ടിൻറ്റഡ് മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഇതിപ്പോൾ സ്മാഷ് ബോക്സിൻ്റെ ആണ് കേട്ടോ. ഇത് ടിൻറ്റഡ് മോയ്സ്ചറൈസറാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചൂസ് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ. കാരണം അത്രയും നല്ല ഫിനിഷാണ് ആൻഡ് ഒരുപാട് ഷെയ്ഡ് ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് ലൈറ്റ് മീഡിയമാണ്, സോറി ലൈറ്റ് ന്യൂട്രലാണ്. ഓക്കെ, ഇനി അതല്ല, കുറച്ചുകൂടി ഒരു കവറേജ് വേണം എന്നുണ്ടെങ്കിൽ മേബിലിൻ്റെ ഈ ഒരു ഏജ് റിവൈൻ കൺസീലർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഫുൾ ഫേസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് കൺസീൽ ചെയ്യേണ്ടത് മാത്രം യൂസ് ചെയ്യാം. പക്ഷെ നല്ല ഒരു പ്രോഡക്റ്റാണ്. എഗെയിൻ ഒരുപാട് ഷെയ്ഡ് ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ നല്ല ഫിനിഷാണ് കേട്ടോ. ഇപ്പോൾ കൺസീലറായിട്ടും അല്ല അല്ലാണ്ടും യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ബേസ് മേക്കപ്പിന് ഞാൻ പറയുക. സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ, ഓക്കെ, ഫൗണ്ടേഷനൊന്നും ഇല്ലാണ്ടുള്ള മേക്കപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഐ മേക്കപ്പിലേക്ക് വരുമ്പോൾ നല്ലൊരു കാജൽ, അഫോർഡബിളായിട്ട് ഒരു നല്ലൊരു കാജൽ വയ്ക്കുകയാണെങ്കിൽ റെനയുടെ ഈ ഒരു മിഡ് നൈറ്റ് റേഞ്ചിൽ വരുന്ന കാജൽ അടിപൊളിയാണ്. നല്ല പിഗ്മെൻറ്റേഷനാണ്, സൂപ്പർ ക്രീമി, ഭയങ്കര രസമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാജലാണ് കേട്ടോ. ബ്രൗണും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐ മേക്കപ്പിൽ കാജൽ. ഇനി അടുത്ത മസ്കാര, ഇത് മാർസിൻ്റെ ഡബിൾ ട്രബിൾ മസ്കാര. ഇത് ഈ അടുത്ത് എയറിൽ കയറിയൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേറ്ററിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട്, പക്ഷെ എന്തായാലും എനിക്കിതിൻ്റെ പെർഫോമൻസ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈ എൻഡ് മസ്കാരാസൊക്കെ നോക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഈ പ്രൈസിന് കിട്ടുന്നുണ്ട്. സോ മസ്കാരയ്ക്ക് ഇത് തരാം ഓപ്ഷൻ. ഇനി എഗെയിൻ മാസിൻ്റെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ആക്ച്വലി ഐ ഷാഡോ പാലറ്റ് മാത്രമല്ല, ഇതൊരു ഫേസ് പാലറ്റ് കൂടിയാണ്. ഇത് ഇത്രയും ഐ ഷാഡോസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റർ, ബ്ലഷ്, ബ്രോൺസറൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഗെയിൻ മാസാണ്, സോ അഫോർഡബിൾ ആയിട്ടൊരു ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു വേറെയും ഷെയ്ഡ്സ് ഉണ്ട്. ഇത് 03 ആണ് കേട്ടോ. ഓക്കെ, 03 ആണ്. അപ്പോൾ ഈ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ഫേസ് പാലറ്റ് എന്തായാലും കയ്യിൽ വയ്ക്കുക. ശരിക്കും നമുക്ക് ഫങ്ഷൻസിനൊക്കെ വേണ്ടി വരും. അടുത്ത ഈ ഒരു പ്രോഡക്റ്റ്, ഇതൊരു മസ്റ്റ് ഹാവ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഈ അടുത്ത് യൂസ് ചെയ്ത് നോക്കിയതിൽ ഒത്തിരി ഇഷ്ടമായൊരു പ്രോഡക്റ്റാണ്. ഇത് റെനയുടെ ഒരു ഹൈലൈറ്ററാണ്. നമുക്ക് ബോഡിയിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് വെഡ്ഡിങ് സീസണൊക്കെ, അതുപോലെ ഫങ്ഷൻ, നൈറ്റ് ടൈം ആയിക്കോട്ടെ ഡേ ടൈമിലെ ഫങ്ഷൻ ആണെങ്കിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഒട്ടും തന്നെ ചങ്കി ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, പക്ഷെ നല്ല സ്മൂത്ത് ആപ്ലിക്കേഷൻ തരുന്നുണ്ട്, നല്ല ഒരു ഷൈനും ഒക്കെ തരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നെക്കിലും നമ്മുടെ ഫേസിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും പ്രോഡക്റ്റ് അടിപൊളിയാണ്. ഓക്കെ, ഇനി 2 ലിപ്സ്റ്റിക്സിൻ്റെ ഓപ്ഷൻ, രണ്ടും അഫോർഡബിൾ ആണ്. ഒന്ന് സ്വിസ് ബ്യൂട്ടിയാണ്, മറ്റൊന്ന് മാസാണ്. ബ്രൗണിനും റെഡിനും ഇടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഫങ്ഷൻസിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊരു ഷെയ്ഡാണ്. ആൻഡ് മാസ് ആയതുകൊണ്ട് തന്നെ മാസ് ആൻഡ് സ്വിസ് ബ്യൂട്ടി രണ്ടും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണെന്ന് പറയാം. ഓക്കെ, കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ബ്രൗൺ ഫാമിലിയിൽ വരുന്നൊരു ഷെയ്ഡാണ്. ഓക്കെ, ഇതൊരു കുറച്ചൊരു മെറൂൺ ടിൻറ്റ് കൂടുതൽ വരുന്നൊരു ഷെയ്ഡാണ്. അപ്പം രണ്ടും നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡ്സാണ് കേട്ടോ. ഫെയർ സ്കിൻ ടോൺ ആണെങ്കിലും മീഡിയം സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡ്സാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കൊരു മേക്കപ്പ് ചെയ്യാം. സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക.